നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ആശാ ഷോർട്സ് എഡ്യൂക്കേഷണൽ ചാനലിൻ്റെ രണ്ടാമത്തെ ചാനലായി തുടങ്ങിയതാണിത്. ദീർഘമായ ഒരു ഇടവേള, ആരോഗ്യ പ്രശ്നങ്ങളാൽ ദീർഘമായ ഇടവേള എടുത്തിരുന്നു. ഈ ചാനലിൽ പുതിയതായ വീഡിയോകൾ ഇടുന്നതാണ്. ആശാ ഷോർട്സ് എഡ്യൂക്കേഷണൽ ചാനലിൽ പുതിയ വീഡിയോകൾ ഉണ്ടാകുന്നതല്ല. ഈ ചാനൽ യാത്രകളിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. യാത്രകൾ ചെറുതാകട്ടെ വലുതാകട്ടെ എന്തെങ്കിലും തരത്തിലുള്ള ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നു. ഒരു സ്കൂളിലെ അധ്യാപിക ആയതിനാൽ പലപ്പോഴും ഒരു വർഷത്തിൽ തന്നെ 2-3 പ്രാവശ്യം പിക്നിക്കുകളും ആയിട്ട് മറ്റും പലതരത്തിലുള്ള യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ യാത്രകളിൽ നിന്നൊക്കെ ഉണ്ടായ അനുഭവങ്ങളും കൗതുകകരമായ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന ചാനലാണിത്. ആശാ ഷോർട്സിൻ്റെ യൂട്യൂബ് ചാനലും ആശാ ഷോർട്സിൻ്റെ ഫേസ്ബുക്ക് പേജും ധാരാളം ആളുകൾ ഇഷ്ടപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെയെല്ലാം ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ കണ്ട താമരപ്പൂവിൻ്റെ കഥയാണ്. ഞാൻ കണ്ടത് ഒരു വെള്ള താമരപ്പൂവ്. താമരപ്പൂവ് മലനാടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വളരെ വിരളമാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരപ്പൂവിനെ കുട്ടിക്കാലം മുതൽ നോട്ട് ബുക്കുകളിൽ വരച്ച് പഠിച്ചിട്ടുണ്ട്. മുകളിലേക്ക് 3 താഴേക്ക് 3 ഒരു തണ്ട്, ഇതാണ് താമരപ്പൂവ് ഡ്രോയിങ് മാസ്റ്റർ പഠിപ്പിക്കുക. നോട്ട് ബുക്കിൻ്റെ ഇടതുവശവും വലതുവശവും നോട്ട് ബുക്ക് മുഴുവനുമായി താമരപ്പൂവ് മാത്രമേ വരയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു താമരപ്പൂവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പുരാണ കഥകളിൽ സരസ്വതി ദേവിയും ബ്രഹ്മാവും ഇരിപ്പിടമാക്കിയിരിക്കുന്നത് താമരപ്പൂവാണ്. ഇങ്ങനെ താമരപ്പൂവിനെ കാണാനുള്ള അവസരം എനിക്കുണ്ടായത് തൃപ്പൂണിത്തുറയിൽ ഹിൽ പാലസിൽ പിക്നിക്കിന് പോയപ്പോഴാണ്. അത് ടീച്ചേഴ്സിൻ്റെ പിക്നിക്കായിരുന്നു. ഞാനും സഹപ്രവർത്തകരും കൂടി ഹിൽ പാലസിൽ മ്യൂസിയം എല്ലാം കണ്ട് അതിൻ്റെ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാൻ വേണ്ടി സൈഡിൽ കൂടെയുള്ള കൂടെയുള്ള ഒരു മൈതാനത്തൂടെ നടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടു ചെറിയ ഒരു കുളമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടകത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാത്രത്തിൻ്റെ അത്രയുമുള്ള ഒരു കുളം. ഈ കുളം പ്രത്യേകമായി ഒരു താമരച്ചെടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിനകത്ത് ഒരു താമരച്ചെടി ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വെള്ളത്താമര. അതിൽ ഒരു വെള്ളത്താമര മാത്രം പൂർണ്ണമായി വിരിഞ്ഞു നിൽക്കുന്നു. ഞാൻ കൊതിയോടെ അതിൻ്റെ അടുത്ത് പോയി നോക്കി നിന്നു. തൊടരുത് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്, അത് കാരണം തൊടാൻ പറ്റിയില്ല. എങ്കിലും ആ താമരപ്പൂവിൻ്റെ മൃദുത്വം എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ തന്നെ. ഞാൻ കണ്ട താമരപ്പൂവ് വലിയ ഒരു ബോളിൻ്റെ അതുപോലെയുണ്ട്. മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും എല്ലാം ധാരാളം ഇതളുകൾ അതങ്ങനെ പൂത്ത് വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുന്നു. ഞാൻ താളുകളിൽ വരച്ചിട്ടുള്ള 3 മേളിലോട്ടും 3 താഴോട്ടും ഉള്ള താമരപ്പൂവല്ല. അപ്പം ഒരു താമരപ്പൂവ് ഇങ്ങനെയാണ് പൂർണ്ണമായി വിടർന്നാൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കണ്ട് കൊതി തീരാതെ ഞാൻ അവിടെ തന്നെ നോക്കി നിന്നു. ഒരു തലോടണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതൊന്നും പറ്റാതെ നോക്കി അത് നിന്ന്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹപ്രവർത്തക ഈ ലോകം വിട്ടുപോയി. ഞാൻ അവരെ ഈ നിമിഷം ആദരവോടെ സ്മരിക്കുന്നു. ബാക്കി എല്ലാവരും വളരെയേറെ ദൂരം മുന്നോട്ട് പോയതിനാൽ ഈ സഹപ്രവർത്തക എന്നെ കൂടാതെ കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു നിന്ന് എന്നെ കാണാൻ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, വരൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞാൻ മുന്നോട്ട് നടന്നു. തിരിഞ്ഞ് നോക്കി താമരപ്പൂവിനെ. താമരപ്പൂവ് എന്നെയും നോക്കിക്കൊണ്ടിരുന്നു. ആ താമരപ്പൂവ് എന്നെ നോക്കി അതെൻ്റെ മനസ്സിൽ കയറി ഇടം പിടിച്ചു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ താമരപ്പൂവ് ഒരു ബോള് പോലെ വിരിഞ്ഞ് ഉല്ലസിച്ച് നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്നു.
ഇതാണ് ഞാൻ താമരപ്പൂവ് ആദ്യമായി കണ്ട കഥ. ഇതുപോലെ മറ്റുള്ള കഥകളുമായി വീണ്ടും കാണാം. നമസ്കാരം.